എന്തായാലും മുത്തശ്ശി ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. അത് നിരസിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം വാരി പിടിക്കണമെന്ന് ആർത്തി കൊണ്ടല്ല, സമ്പാദിച്ചു കൂട്ടണമെന്ന മോഹം കൊണ്ടുമല്ല. മുത്തശ്ശിയെ നിഷേധിക്കാൻ മനസ്സ് അനുവദിക്കാത്തതാണ് കാരണം. അതുകൊണ്ട് വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സ്വത്ത് എന്റെ പേരിലേക്ക് വരട്ടെ ആദ്യം. നിയമപരമായും അതാണ് ശരിയെന്ന് വല്യമാവൻ സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മളെന്തിനാ വെറുതെ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത്? ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാം. ഇവിടെ പറഞ്ഞ സമ്പത്തെല്ലാം സ്വന്തമാക്കണമെന്ന് സ്വപ്നമൊന്നും എനിക്കില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഞാനൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിന് അതിൻ്റെതായ സമയവും സാവകാശവും വേണം. ഈ പ്രശ്നത്തില് കോലോത്തെ വക്കീല് നമ്മുടെ കൂടെ നിൽക്കുവോ? നിൽക്കണം. ഒന്ന് നിർത്തണേ പ്ലീസ്. നമസ്കാരം. നിങ്ങൾ എന്താ ലേറ്റ് ആയത്? പ്രതിഭേ, നിങ്ങൾ കുന്നത്തൂരിന്ന് പുറപ്പെട്ടു എന്ന് വിവരം കിട്ടി. അപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കാത്തു നിൽക്കുക. ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മാത്തെത്താൻ വൈകുമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. ഞങ്ങള് ഡീസൽ അടിക്കാൻ വേണ്ടി നിൽക്കുന്നു. അത് നന്നായി. വണ്ടിയാവുമ്പോ ഇന്ധനം വേണം. മനുഷ്യനും മുന്നോട്ട് നീങ്ങാൻ ഇന്ധനം വേണം, വേണ്ടേ? വല്യളിയൻ എന്താ കിളി പോയി നിൽക്കുന്നത്? അല്ല, ഞങ്ങൾ കുന്നത്തൂരിലുള്ള വിവരം പ്രതാപൻ എങ്ങനെ അറിഞ്ഞു? അതാണോ കാര്യം? നന്ദന വിദ്യയുടെ വിളിച്ച് സംസാരിച്ചു കാണും. അത് പ്രതാപേട്ടൻ കേട്ടു. അല്ലാതെന്താ? യു ആർ കറക്റ്റ്. അമ്മയുടെയും മോളുടെയും സംസാരം ഓവർ ഹിയർ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി. പ്രതിഭ അത് കണ്ടുപിടിച്ചു. ഇപ്പോഴും മിടുക്കിനൊരു കുറവുമില്ല അല്ലേ? അപ്പൊ അമ്മാവന്മാരും കുഞ്ഞമ്മായും കൂടി അനന്തരവളുമായി നേരിട്ട് സംഭാഷണം നടത്തി സ്വത്ത് നന്ദനയ്ക്ക് കിട്ടത്തക്ക വിധം കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പ്ലാന് വിട്ടു. വീട്ടിൽ വെച്ച് പ്രതാപൻ തന്നെ ഈ ഐഡിയ മുന്നോട്ട് വെച്ചത്. അത് അലിയൻ ഓർക്കുന്നുണ്ടല്ലോ. വെല്ലിയലിയന് മറവി രോഗം പൂർണ്ണമായിട്ട് ബാധിച്ചിട്ടില്ല. ഉദയന്നൂർ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുന്നത്തൂർ വെച്ച് അതിന്റെ തുടർ ചർച്ചയ്ക്ക് ഞാനുണ്ടായിരുന്നില്ല. ഞാനായിട്ട് മനഃപൂർവ്വം വരാതിരുന്നതല്ല, മറിച്ച് മനഃപൂർവ്വം ഒഴിവാക്കിയതാ നിങ്ങൾ എന്നെ. ഞാൻ പറഞ്ഞത് ശരിയല്ലാന്നുണ്ടോ? എനി ഒബ്ജക്ഷൻ? ഒറ്റയ്ക്കെല്ലാം വിഴുങ്ങാനാണ് പ്രതാപൻ നോക്കുന്നതെന്ന് തോന്നി. അപ്പോ ഞങ്ങളുടെ വഴി നോക്കി. നമ്മൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നല്ലോ പ്രതാപേട്ട. നിങ്ങളുടെ ന്യായവാദങ്ങളൊക്കെ ശരിയാ. അത് പക്ഷേ നിങ്ങളുടെ കണ്ണീ കൂടെ നോക്കുമ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. വ്യാജ വിൽപത്രം കൊണ്ടുവന്ന് പ്രതാപേട്ടൻ ഞങ്ങളൊന്ന് പറ്റിക്കാൻ നോക്കി. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. 3 പേർ ചേർന്ന് ഒരാളെ പറ്റിക്കാൻ നോക്കുന്നതും തട്ടിപ്പാ. ഇതിൽ പറ്റിപ്പും തട്ടിപ്പും ഒന്നുമില്ല പ്രതാപേട്ട. നന്ദനയുമായി നേരിട്ട് ബന്ധമുള്ളത് ഈ അമ്മാവന്മാർക്കല്ലേ, പ്രതാപേട്ടനോ എനിക്കോ അല്ല. നമ്മൾ വന്നു കയറിയവർ. ഇവരാവുമ്പോ നന്ദനയുമായി രക്തബന്ധമുണ്ട്. ആരോടാ പ്രതിഭ ഇതൊക്കെ പറയണത്? പ്രതാപേട്ടനോടോ? ഞാനേ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന്
എത്യോപ്യന്ന് വന്നതൊന്നുമല്ല. രക്തബന്ധമുള്ള നന്ദനയോട് ഈ അമ്മാവന്മാരുടെ നിലപാട് എന്തായിരുന്നു എന്ന് എനിക്കറിയാം, പ്രതിഭയ്ക്കും അറിയാം, ഇവർക്കും അറിയാം. മരിച്ചുപോയ ഭാഗീരഥി തമ്പുരാട്ടിയോട് പ്രതിഭയുടെ സമീപനം എന്തായിരുന്നു എന്ന് അമ്മയെ അമ്മിയിൽ വെച്ചിട്ട് നല്ലൊരു കല്ലോണ്ട് നാരായണ, അതല്ലായിരുന്നോ മനസ്സിലിരിപ്പ്? ദൈവദോഷം പറയല്ലേ പ്രതാപേട്ടാ. ഞാൻ രഘുവേട്ടന്റെ അമ്മയെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പല്ല് കടിച്ചുകൊണ്ടാണ് സ്നേഹിച്ചെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ റോഡരികിൽ നിന്ന് അതും ഇതും പറയുന്നത് എന്തിനാ? അതുകൊണ്ടേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ രഘുനാഥ. പ്രസന്റ് സിറ്റുവേഷൻ എന്താ? ഉദയന്നൂർ അമ്മത്തമ്പരാട്ടിയുടെ സ്വത്ത് നിലവിൽ നന്ദനയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. സത്യസന്ധരായ നിങ്ങൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തത്വത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രോപ്പർട്ടീസ് നന്ദനയ്ക്ക് കിട്ടിക്കോട്ടെ എന്ന മട്ടിൽ നിൽക്കുന്നു. വേറെ വഴിയില്ലല്ലോ. എല്ലാം പെണ്ണിന്റെ പേരിലായി കഴിഞ്ഞ് അത് കൈവശപ്പെടുത്താമെന്ന് സ്വപ്നം കാണുന്നു. ഇതിനിടയിൽ പൂർണ്ണമായിട്ടും ഒരാളെ ഒഴിവാക്കുന്നു. പ്രതാപവർമ്മ എന്ന ഈ പാവം എന്നെ. പക്ഷേ അതെ, നിങ്ങളുടെ സ്വപ്നം മാത്ര. നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിയെന്ന് രഘുനാഥൻ പറഞ്ഞു. ആ വഴി ബ്ലോക്ക് ആകും രഘു. കുറെ മുന്നോട്ട് ചെല്ലുമ്പോഴേ അവിടെ ഒരു ബോർഡ് കാണാം, മരാമത്ത് പണി നടക്കുകയാണ്, ടേക്ക് ഡീവിയേഷൻ എന്ന്. ആ പണിയുടെ കരാറുണ്ടല്ലോ, കോൺട്രാക്ട്, അതെടുക്കാൻ പോകുന്നതേ പ്രതാപവർമ്മയാ. പ്രതാപൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളെ എന്നെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. നന്ദനെ കണ്ട് ഞങ്ങളൊന്ന് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. ആ അഭിമുഖ സംഭാഷണത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ് എന്റെ പ്രശ്നം. തുറന്നു പറയാൻ ഞാൻ പ്രതാപനെ തോൽക്കാൻ ഉദ്ദേശിക്കണില്ല. വിദ്യാഭാരതി എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരിക്കൽ ഉദയന്നൂരുകാരനെ തോൽപ്പിച്ചു. വാഗ്ദാനം ചെയ്ത വസ്തുവകകൾ തരാതെ പിന്നെയും തോൽപ്പിച്ചു. പക്ഷെ ഇക്കാര്യത്തിൽ തോറ്റു തരാൻ എനിക്ക് മനസ്സില്ല. നന്ദനയും നിങ്ങളും ആ സ്വത്തിൽ നിന്ന് ഒരു നുള്ളു മണ്ണോ ഒരു ചില്ലിക്കാശോ അനുഭവിക്കാതിരിക്കാനുള്ള വഴി ഈ പ്രതാപവർമ്മയ്ക്ക് അറിയാം. അമ്മയുണ്ടാക്കിയ വിൽപത്രമാണ്, വില്ലാണ്, അമ്പാണ്, ആവനാരിയാണെന്നൊക്കെ പറയാനേ ഉള്ളൂ. നിയമത്തിന് പഴുതുകളുണ്ട്, പഴുതുകള്. എന്നെ പോലുള്ളവർക്ക് നുഴഞ്ഞു കയറാനും നുഴഞ്ഞിറങ്ങാനുമാണ് ആ പഴുതുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ അളിയന്മാരോട് പറയുക, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്. പഴയതുപോലെ നമുക്കൊന്നിച്ച് നിന്നൂടെ പ്രതിഭേ? എന്തു പറയുന്നു? ഒടക്കിന്റെ ഭാഷയിൽ ഇപ്പൊ സംസാരിച്ചത് ഞങ്ങളല്ലല്ലോ. അതിനുള്ള സാഹചര്യം ഒരുക്കിയത് നിങ്ങളാണല്ലോ. വിദ്യയുടെ ഹസ്ബൻഡുമായി യോജിച്ചു പോണെന്ന ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലളിയ ഞാനേ കണ്ടീഷൻ പറയാം. കണ്ടീഷനോ? അതെ, ഉപാധി. ആകെയുള്ള സ്വത്ത് 5 ഭാഗിക്കുന്നു. 5 വാട്ട് യു മീൻ? അളിയന്മാർക്ക് 2 പേർക്കും ഓരോ ഓഹരി. 5 2 ബാക്കി 3 വിദ്യയ്ക്കും നന്ദനയ്ക്കും, പിന്നെ പാവം ഈ എനിക്കുമായി ഭാഗം വെക്കുന്നു. മരുമകളായ പ്രതിഭയ്ക്കില്ലാത്ത ഷെയർ മരുമകനായ എനിക്കെന്തിന് എന്നൊരു ചോദ്യം നിശബ്ദമായിട്ട് ഇവിടെ ഉയരുന്നുണ്ട്. അതിന് കാരണം ഞാൻ പറയാം. വിദ്യാഭാരതി എന്ന ഭാരത്തെ താങ്ങാൻ ഉദയന്നൂർ അച്ഛൻ തമ്പുരാൻ കല്യാണ സമയത്ത് പറഞ്ഞ കോമ്പൻസേഷനാ. രഘുവിന് മനസ്സിലായില്ലേ? അച്ഛന്റെ വാക്ക് നിങ്ങൾ മക്കള് പാലിക്കണമെന്ന്. അപ്പോ ഫൈനലായിട്ട് നിങ്ങൾ എന്തു പറയുന്നു? ഞങ്ങൾക്ക് ഒന്നാലോചിക്കണം പ്രതാപ. ആയിക്കോട്ടെ എന്ന് കരുതി ആലോചിച്ച് തലപുകയ്ക്കാൻ വേണ്ടി അധികം സമയമെടുക്കരുത്. ഞാൻ കുറെ വെയിറ്റ് ചെയ്തതാ. എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാ.
ഞങ്ങള് വിളിക്കാം പ്രതാപേട്ട. ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഒരുപക്ഷെ നിങ്ങൾ മറന്നു പോയാലോ? അപ്പൊ ശരി അളിയാ, എല്ലാം പറഞ്ഞതുപോലെ. ആ ഒരു ഹർത്താൽ ദിനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ എനിക്ക് ബൈക്കിൽ വിജയകരമായ ഒരു ലിഫ്റ്റ് സമ്മാനിച്ച അപരിചിതനായ ചേട്ടന് താങ്ക്സ്. കുട്ടി എവിടെ പഠിക്കുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. ബാംഗ്ലൂരിലാവാം, മുംബൈയിലാവാം, ഇനി ഫിലാഡൽഫിയിലും ആവാം. ഈ സന്ദർഭത്തിൽ അത് അപ്രസക്തമാണ്. എന്നാ പേര് പറ. അതിന്റെ ആവശ്യമില്ല. എന്നാ നമ്പറെങ്കിലും ആ, അത് ന്യായം. എന്റെ സെൽ നമ്പർ പിടിച്ചോ. പറഞ്ഞോ. 9207304621. ഓക്കെ. പിന്നെ ഞാൻ വിളിക്കും, വിരോധമൊന്നുമില്ലല്ലോ. ആ, വിളിച്ചില്ലെങ്കിലാണ് വിരോധം. ഓക്കെ. ചേട്ടന്റെ പേരെന്താ? ആഞ്ജനേയൻ. ഓ, ആപ്റ്റായ പേര്. അപ്പൊ ശരി, സീ യു. ശരി, ഓക്കെ, ബൈ. ബൈ. ചേട്ടാ, ഏതാടി അവൻ? ആഞ്ജനേയൻ. അതാരാന്നാ ചോദിച്ചേ? ആ, പിന്നെ നീ അവന്റെ ബൈക്കിൽ കയറി വന്നതോ? ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരണായിരുന്നോ? മഹത്തായ ഹർത്താലാണെന്ന് കേരളത്തിലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിനക്ക് സജീവനെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ശ്രുതി? ഓ, എന്റെ ഫോൺ ഓഫായി. അതിന്റെ ബാറ്ററിക്ക് എന്തോ കംപ്ലൈന്റാ. നീ വൈകുന്നേരത്തെ ട്രെയിൻ വരുമെന്നല്ലേ ഇന്നലെ പറഞ്ഞത്? നേരത്തെയുള്ള ട്രെയിനിന് വന്നത് തെറ്റായി പോയോ? എന്നാലും ഒരു പരിചയമില്ലാത്ത വല്ല ആമ്പിള്ളേരുടെയും കൂടെ ബൈക്കിന്. ഈ യാത്രക്കിടെ ഞങ്ങൾ പരിചയപ്പെട്ടു. നല്ല കക്ഷിയാണ്. എന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. പേര് പറഞ്ഞില്ല ഞാൻ, പക്ഷേ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ കൊടുത്തോ? എന്ത് അഹങ്കാര ശ്രുതി നീ കാണിച്ചേ? അയാൾ ആ നമ്പറിലേക്ക് വിളിക്കുമെന്ന് എനിക്കറിയില്ലേ? വിളിക്കട്ടെ. അന്നേരം കോൾ അറ്റൻഡ് ചെയ്യുന്നത് ടൗൺ പോലീസ് സ്റ്റേഷനിലെ SI ആയിരിക്കും. SIയുടെ നമ്പറാ ഞാൻ ആ ചങ്ങാതിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വനിതാ SI ആണ് ടൗൺ സ്റ്റേഷനില്. പൂവാലം മരുന്ന് വെച്ച അലർജി അവർക്ക്. ഇഷ്ടം ആ ടൈപ്പാണെങ്കിൽ പുള്ളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഹലോ, സാറുമാരിങ്ങനെ മിഴുങ്ങസാൻ നിൽക്കാതെ ഈ ബാഗ് എടുത്ത് അകത്തേക്ക് വെച്ചേ. അങ്ങോട്ട് മാറിക്കേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. വേഷം മാറാൻ പോയിട്ട് ശ്രുതി ഇതുവരെ വന്നില്ലേ? ശ്രുതി, ചായ എടുത്തു. ഹരിക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ. ഈ സമയത്ത് ഹരി ചായ കുടിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആ, അല്ല ഈ പെണ്ണിനെ കാണുന്നില്ലല്ലോ. ശ്രുതി,
എടി ശ്രുതി. അപശ്രുതിയിൽ ഇങ്ങനെ ഒച്ച വെക്കാതമ്മേ. ആ ഇതേതാ ഈ പുതിയ ഡ്രസ്? ആ, ഇതെന്റെ കൂട്ടുകാരുടേതാ. അല്ലെങ്കിൽ പുതിയ ഡ്രസ് എടുക്കാൻ പണം തുരുതുരാ നയിച്ചേരല്ലേ പുന്നാരാങ്ങളാ. നിനക്ക് ധാരാളിക്കാൻ അങ്ങനെ പൈസയൊന്നും ഇവിടെ ഇല്ല. വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തിരിക്കാന്ന് പറഞ്ഞല്ലോ, അതൊരു എക്സ്ട്രാ ഇൻകം അല്ലേ? അതുകൊണ്ട് ഇവിടെ ചെലവുകളില്ലേ? വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും ഹരി നമ്മുടെ വീട്ടിലെ ഒരാളിനെ പോലെയാ. പരാതി പറയുമെങ്കിലും ഞാൻ നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. വെറും കൈയോടെ വന്നൊന്നും വേണ്ട. ദാ സ്വീറ്റ്സ്. തുറക്കണ്ട, ഇതുവളെ എല്ലാ തവണയും കൊണ്ടുവരുന്നത് തന്നെയാ. ഓ, ഇതെങ്കിലും കൊണ്ടുവന്നെന്ന് വിചാരിക്കേ. സാറിന് അക്കൗണ്ടന്റ് പോസ്റ്റിൽ നിന്ന് മാനേജറെ പ്രൊമോഷൻ കിട്ടിയിട്ട് ഒരു കടലമുട്ടായെങ്കിലും വാങ്ങി തന്നോ? എന്നിട്ട് വാചകം അടിക്കുന്നു. ഞാനൊരു ഉദ്യോഗസ്ഥല്ലെന്ന് ഓർക്കണം. പട്ടിണിയും പരിവട്ടവുമായി അന്നെ നട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് നഴ്സിംഗ് പൂർത്തിയാക്കി വന്ന ഒരു പാവ സ്റ്റുഡന്റാ. ഈ പാവം സ്റ്റുഡന്റിന്റെ ഭാവി പരിപാടി എന്താ? എവിടെങ്കിലും ജോലിക്ക് കയറണം. എവിടെങ്കിലും എന്ന് വെച്ചാ സ്കൂൾ ജംഗ്ഷനിലെ കുട്ടപ്പൻ ഡോക്ടറുടെ ക്ലിനിക്ക് പോലെയുള്ള സ്ഥലമല്ല, ഒരു നല്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. വിദേശത്തേക്ക് പറക്കണം എന്റെ പ്ലാൻ. വിദേശത്തേക്കോ? യാ. ഇത് കേട്ടോ സജീവേ നീ? സ്റ്റേറ്റ്സോ UK ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വെളിയിലേക്ക് പോകാനുള്ള ചെലവ് മാത്രം ഏട്ടൻ മീറ്റ് ചെയ്താൽ മതി. അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു 10 വർഷം അവിടെ നഴ്സായി ജോലി ചെയ്ത് നല്ലൊരു തുക ഏൺ ചെയ്യണം. 10 വർഷോ? അപ്പൊ കല്യാണോ? അതൊരു രഹസ്യ. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അവിടെ നിന്നൊരു സായിപ്പിനെ കൊണ്ട് ഞാനിങ്ങ് വരും. മിന്നുകെട്ട നാട്ടി വെച്ചായിരിക്കും. അതമ്മയുടെ ഇഷ്ടം. ദേ ശ്രുതി, മതി അധിക പ്രസംഗം പറഞ്ഞത്. ചേട്ടന്റെ അമ്മയുടെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നതെന്നോ ഒരു ബോധവും ഇല്ല. കൂൾ ഡൗൺ അമ്മ. ഇപ്പോഴേ ചൂടാവുന്ന അമ്മയും ചൂടാവാൻ തുടങ്ങുന്ന ചേട്ടനും അന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് കാത്തു നിൽക്കും. ഞങ്ങളെന്ന് വെച്ചാലേ എന്നെ എന്റെ സായിപ്പിനെ. ഇതൊക്കെ എന്റെ മിനിമം മോഹങ്ങളാ. ഇത് മോഹമല്ല, അതിമോഹ. നാട്ടിലേതെങ്കിലും ഹോസ്പിറ്റൽ നോക്കാം. അതിന്റെ കൂടെ സ്വഭാവ ഗുണമുള്ള ഏതെങ്കിലും ആമ്പിള്ളേരുണ്ടോന്ന് കൂടി നോക്കണം. എത്രയും പെട്ടെന്ന് ഇവളുടെ കല്യാണം നടത്തണം. പിന്നെ സായിപ്പിനെ വേണമെന്ന് പറയില്ലല്ലോ. നടന്നു തന്നെ. രണ്ടാൾക്കും അത്രയ്ക്ക് വാശിയാണെങ്കിൽ നാട്ടിലെ ജോലിയും കല്യാണവും ആലോചിക്കാം. അങ്ങനെ വഴിക്ക് വാ. എനിക്ക് വേണ്ടിട്ടല്ലെന്നേ ഉള്ളൂ. കല്യാണം ഏട്ടന് വേണ്ടി, ജോലി അമ്മയ്ക്ക് വേണ്ടി. എന്നെ വെറുതെ വിട്ടേക്ക്. ഇടി, ഇവളോട് തർക്കിക്കാൻ നിൽക്കാതെ അമ്മ വേറെ പണി നോക്കിക്കപ്പോ. ആ, അതാ നല്ലത്. സജീവേ, ആ സ്വീറ്റ്സിന്ന് കുറച്ച് കൊണ്ടുപോയി ഹരിക്ക് കൊടുത്തേ. ആർക്കാ? ഇടി, ആ വാടകയ്ക്ക് താമസിക്കുന്ന പയ്യനില്ലേ? ഇതിന്റെ പങ്കെന്തിന് അയാൾക്ക് കൊടുക്കുന്നേ? ആകെ കുറച്ചേ ഉള്ളൂ. ആളൊരു പാവം ശ്രുതി. ഒറ്റയ്ക്ക് താമസിക്കല്ലേ. ഒറ്റയാന്മാരെ സൂക്ഷിക്കേണ്ടത്. നീ കൊണ്ടുവന്ന് കൊടുത്തേ സജീവേ. വീണ് കാല് വയ്യാണ്ടിരിക്കല്ലേ. പുറത്തു പോയാണെങ്കിൽ ഒന്നും കഴിക്കാനും വയ്യ. കാലൊടിഞ്ഞതിനെ കിട്ടിയുള്ള വാടകയ്ക്ക് താമസിപ്പിക്കാൻ. ദേ ശ്രുതി, ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാനങ്ങ് പോയേക്കാം. നീ കൊണ്ടുപോയി കൊടുക്കുമോനെ. മതി, ഒരു പീസ് കൂടി എടുക്ക്. ഹേയ് മതി സജീവ്, മധുരം താല്പര്യമില്ല. പിന്നെ പെങ്ങള് നേഴ്സിങ്ങിനായിരുന്നില്ലേ? അതെ, കോഴ്സ് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിരിക്കേ. എവിടെയെങ്കിലും ഒരു നല്ല പ്രപ്പോസൽ നോക്കണം. പക്ഷേ അവൾ അടുക്കുന്നില്ല. നേഴ്സിംഗ് പഠിച്ചത് കല്യാണം കഴിക്കാനല്ലല്ലോ എന്ന് അവളുടെ ചോദ്യം. അത് ന്യായമല്ലേ? 10 വർഷം എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് സാമാന്യം നന്നായി ഏൺ ചെയ്തിട്ട് മതി വിവാഹം എന്ന് വാശി പിടിച്ചിരിക്കേ. അപ്പോഴേക്കും പ്രായം എത്രയാവും? ആള് ശാഠ്യക്കാരിയാണെന്ന് തോന്നല്ലോ. അതെ, പരിചയപ്പെടുമ്പോ ഹരിക്ക് മനസ്സിലാവും. വിളിക്കാൻ ഞാൻ. ഇപ്പൊ വേണ്ട, സമയമുണ്ടല്ലോ. എന്നാ പിന്നെ ഞാനങ്ങ് താഴേക്ക് ചെല്ലട്ടെ. രഘുവേട്ടാ, ആ രഘുവേട്ട ഫോൺ. ആരാ? പ്രതാപേട്ടനാ. എന്നാ പിന്നെ എടുക്കാൻ ഞാൻ എന്താ? പുള്ളിക്കാരന്റെ കോൾ എടുക്കുന്ന പരിപാടിയൊക്കെ ഞാൻ അങ്ങ് നിർത്തി. ഇവരൊക്കെ എവിടെ പോയി കിടക്കണത്? ദാ സംസാരിക്ക്. ഹലോ. ആ
പ്രതാപനാ. മനസ്സിലായി. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് രഘുനാഥ വിശേഷങ്ങള്? മഴ പെയ്യാറുണ്ടോ? ഇല്ല. ആ, രാത്രിയിലെ മഞ്ഞുണ്ടാവും, സൂക്ഷിക്കണേ. ഇപ്പോഴത്തെ ജലദോഷം വന്ന പിന്നെ പൂവത്തില്ല. ഞാൻ ഇത്രയും കുശലം ചോദിച്ചിട്ടും രഘുവിന് ഇങ്ങോട്ടൊന്നും പറയാനില്ലേ? നമ്മൾ ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടപ്പോ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആലോചിച്ചിട്ട് വിവരം അറിയിക്കാന്ന് നിങ്ങൾ പറഞ്ഞു. അധികം സമയമെടുക്കരുതെന്ന് ഞാനും പറഞ്ഞു. ആ താടിവാലയെ ഞാൻ വിളിച്ചിരുന്നു, വല്യളിയനെ. അയാളെ ഫോൺ എടുത്തില്ല. അപ്പോഴ് എങ്ങനെയൊക്കെയാ നമ്മുടെ കാര്യങ്ങള്? എന്ത് തീരുമാനിച്ചു? പെട്ടെന്ന് കയറി തീരുമാനം എടുക്കാവുന്ന കാര്യങ്ങളല്ലല്ലോ പ്രതാപേട്ട. നന്ദനയോടും വിവരം പറഞ്ഞു പോയി. ഇന്നലെ കാറിലിങ്ങോട്ട് വരുന്ന വഴിക്ക് ആലോചിക്കാതിരുന്നില്ല. തുറന്നു പറഞ്ഞാൽ ഞങ്ങളൊരു കൺഫ്യൂഷനിലാണ്. സ്വാഭാവികം. 4-5 സെന്റ് വസ്തുവിന്റെ കാര്യമല്ലല്ലോ. പാരമ്പര്യമുള്ളൊരു കോവിലകത്തെ പരമ്പരാഗതമായ പ്രോപ്പർട്ടിയുടെ കാര്യമാകുമ്പോ അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ എനിക്ക് കൺഫ്യൂഷനേ ഇല്ല. നിങ്ങൾ ചേട്ടനും അനിയനും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക. അപ്പോഴേക്കും ഞാൻ എൻ്റെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കിയിരിക്കും. Yeah.